ഹായ്, ഞാൻ സല്ലു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തത് കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റോസിൻ്റെ പരിചരണമാണ്. നഴ്സറികളിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന റോസാ ചെടി എങ്ങനെ റീപോർട്ട് ചെയ്യാം, എന്തെല്ലാം ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, പോട്ടിംഗ് മിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വക കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ജാൻസി മാഡമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. മാഡം കുറേ ചെടികൾ വാങ്ങിച്ച് അത് പരിപാലിച്ച് അതിൽ വിജയം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ജാൻസി മാഡം നേഴ്സറിയിൽ നിന്നും റോസ് വാങ്ങിച്ചത് മുതൽ ഒരു 30 ഡേയ്സിൻ്റെ അപ്ഡേഷൻസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വളരെ വ്യക്തമായിട്ട് ജാൻസി മാഡം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇന്ന് ഞാനേ കുറച്ച് റോസ് നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ റോസ് നടുന്ന രീതി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ ഹൈബ്രിഡ് ചെടികളല്ല, റോസല്ല കേട്ടോ വാങ്ങിയത്. ഇതിപ്പോൾ 2 ആഴ്ച മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇതിന് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് 2 ആഴ്ച, ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞാനിതിൻ്റെ പൂക്കൾ കൊഴിയാനും അതുപോലെ നമ്മുടെ കാലാവസ്ഥയിൽ ജസ്റ്റ് ഇതൊന്ന് അവരുടെ ചട്ടിയിൽ തന്നെ ഇരുന്ന് ഒന്ന് നമ്മുടെ കാലാവസ്ഥയായിട്ട് ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നടേണ്ട സമയമായി. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, പൂക്കളെല്ലാം നിങ്ങൾ കണ്ടാലറിയാം, പൂക്കളൊന്നും ഇല്ല എല്ലാത്തിലും. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന പൂക്കളും ആ ഒരു ഉഷാറൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ മറ്റുള്ള ചെടികളുടെ ഒപ്പം നമുക്ക് നടാവുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. കാരണം അവർ നഴ്സറിയിൽ ഒത്തിരി എന്താ പറയുക കൊടുക്കുന്ന ബൂസ്റ്റ് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് റോസിന് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പൂക്കൾ ഒത്തിരി ധാരാളമായിട്ടുണ്ടായി നിൽക്കുന്ന പോലെ കാണും. നമ്മളും വിചാരിക്കും, ഇതൊക്കെ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ഉണ്ടായി കിട്ടുമെന്ന്. പക്ഷെ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഈ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി മാത്രമായിട്ട് ഏതോ തരത്തിലുള്ള ഹോർമോൺ ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാലാവസ്ഥയായിട്ട് ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉള്ള ഉഷാറൊക്കെ ഒന്ന് പോയി കണ്ട. പക്ഷേ ചെടികൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ചെടിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത് ക്രീപ്പർ ഇനത്തിലുള്ള ചെടിയാണ്. കണ്ടാലറിയാം, ക്രീപ്പറായിട്ട് കൊച്ചു പൂക്കളുണ്ടാവുന്ന നാടൻ ടൈപ്പ് ചെടിയാണ് ഞാൻ കൂടുതലും വാങ്ങിച്ചിരിക്കുന്ന റോസ്. ഇതും ഒരു ക്രീപ്പർ റോസാണ്, കണ്ടാലറിയാം. ഇത് നമ്മുടെ ഒരു നാടൻ വെറൈറ്റി റോസാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് പിടിച്ച് കിട്ടി ധാരാളം പൂ തരുന്ന ഒരു റോസാണ്. അതുപോലെ ഈ വൈറ്റ് ഇതുപോലത്തെ ഒത്തിരി പൂക്കൾ ഇപ്പോഴും ഉണ്ടായി നിൽക്കുന്ന റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈറ്റ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂ ഉണ്ടാകും. അതുപോലെ നാടൻ തരത്തിലുള്ള ചെടികൾ, അത് ബട്ടൺ റോസ്, അതുപോലെ ഇതൊരു മണമുള്ള റോസായിട്ടാണ് അവർ നമ്മുടെ നാടൻ റോസിൻ്റെ അതേ മണമൊക്കെ ഉള്ളൊരു പൂവായിട്ട് അത് കൊഴിഞ്ഞു പോയി. ഇതെല്ലാം കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇനി ഞാനിത് ഒന്ന് വെട്ടി ഇതിൻ്റെ കുറച്ച് കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞ് ഇതൊന്ന് ഒതുക്കി നമ്മുടെ നടാനുള്ള രീതിയിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നടാൻ പോകുന്ന ചട്ടി ഇതാട്ടോ. ഇതിലത്തെ റോസാണ് ഞാൻ നമ്മുടെ പോട്ടിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളാം. ശരിക്കും ഇവിടെ ഒരു മുകുളം കണ്ടല്ലോ, ഈ മുകുളത്തിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യും. അതുപോലെ ഓരോന്നിൻ്റെയും മുകുളങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മുകളാണ് നമുക്ക് പിടിച്ച് ഇനി വരാൻ പോകുന്ന പൂ ഉണ്ടാവാനായിട്ടുള്ള മുകുളം. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇലകളൊന്നും നിർത്താതെ തന്നെയാണ് നടാൻ പോകുന്നത് കേട്ടോ. നടാൻ പോകുന്ന മറ്റൊരു റോസും ഇതുപോലെ തന്നെ പൂക്കളെല്ലാം കൊഴിഞ്ഞു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിലധികം ഇലയൊന്നും ഇല്ലാതെ അടുത്ത മുകുളങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള തണ്ടായിട്ടാണ് നമ്മൾ നടാൻ പോകുന്നത്.
നടാനുള്ള ചെടി ഇതേപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ വീഡിയോ എടുത്ത് തരാനായിട്ട് മകള് ഹോസ്റ്റലിലാണ്, പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് മോള് ഇവിടെ ഇല്ല. പിന്നെ മോനും പഠിത്തത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് അവനെ നമുക്ക് കിട്ടുന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. മകളാണ് എല്ലാ വീഡിയോസും എടുത്ത് തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്ന ഭാഗം നിങ്ങളെ കാണിച്ചു തരാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത്രയും താഴ്ത്തി തന്നെ വെട്ടി ഇലകളൊന്നും അധികം ഇല്ലാതെ തന്നെ നമ്മൾ നടാനായിട്ട് ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉഷാറായിട്ട് ചെടികൾ വരും. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പം തന്നെ നടുമ്പോഴേ ആ ഒരു ഉഷാറോട് കൂടി ഒരാഴ്ച 2 ആഴ്ച നിൽക്കും. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഇതിൻ്റെ വേരുകളൊക്കെ നമ്മുടെ മണ്ണിലേക്ക് ആഴത്തിൽ പിടിച്ച് നല്ല രീതിയിൽ വരുമ്പോഴേക്കും നമ്മുടെ ചെടി കേടായി പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ചെടി കണ്ടോ, ഇത് ബഡ് ചെയ്തിരിക്കുന്നത് കണ്ടത് ഇവിടെയാണ്. അതിൻ്റെ അടുത്ത് വേറൊരു കമ്പ് തന്നെ ഉണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ റോസിൻ്റെ ഭാഗമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാട്ട് റോസാണ്. ഈ കാട്ട് റോസുകൾക്കൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെ നട്ടാലും ഇതിൻ്റെ കമ്പ് പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പിലാണ് നല്ല കരുത്തോടുകൂടി വളരുകയും ചെയ്യും. അങ്ങനെയുള്ള കമ്പിലാണ് ബഡ് ചെയ്യാനായിട്ട് അവർ കമ്പ് എടുക്കുന്നത്. അപ്പോൾ ബഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലേക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന എല്ലാ കമ്പും വരുന്നത് നമ്മൾ ഈ ചെടിയുടെ വളർച്ചയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, അത് വീണ്ടും വളർന്നു വരുന്നത് കാണാം. ഇത് ഒരു കാരണവശാലും നിർത്തരുത്, ഇത് കളയണം കേട്ടോ. ഇത് ശരിക്കും കത്രി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ അടർത്തി കളയണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് ഉഷാറായിട്ട് വരേണ്ടത്. അപ്പോൾ ഞാനിത് നടുന്നതിന് മുമ്പേ ഇപ്പോൾ ഈ കവർ കണ്ടല്ലോ, ഞാനിപ്പോൾ ഈ കവർ മാത്രം കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ കവറിലെ മണ്ണ് മൊത്തം മാറ്റും. ഈ റോസിൻ്റെ കട മൊത്തം ഈ മണ്ണിൽ നിന്ന് എടുത്ത് കഴുകി അതിൻ്റെ വേര് മാത്രമായിട്ട് ഇപ്പോൾ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും അതെടുക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പോട്ടി മിശ്രിതം എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്നൊന്ന് പറയാം. അപ്പോൾ റോസ് നടുന്നതിനുള്ള മണ്ണ് നമുക്ക് പോട്ടി മിശ്രിതം ഒന്ന് തയ്യാറാക്കാം. നല്ല ചെങ്കൽ പൊടി കിട്ടുന്നുണ്ടെങ്കിൽ, ചെങ്കൽ മണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ, ചെങ്കലിൻ്റെ മണ്ണ് പോലെ ചുവന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ റോസിന് ഏറ്റവും നല്ലതാണ്. അത് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ തൊടിയിലുള്ള മണ്ണ് ഏതാണെന്ന് വെച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മണ്ണിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് മണൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കുഴപ്പമില്ല. മണലില്ലെങ്കിലും നല്ല മണ്ണിളക്കമുള്ള മണ്ണായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ റോസ് നടുമ്പോൾ മറ്റുള്ള ചെടികൾ നടുമ്പോൾ പറയാറുള്ള പോലെ കൊക്കോപീറ്റ് ചേർക്കുന്നില്ല. കാരണം റോസിൻ്റെ വേര് നിങ്ങൾ കണ്ടാലറിയാം നല്ല ഹാർഡാണ്. അപ്പോൾ അതിന് എപ്പോഴും ഇച്ചിരി എന്താ പറയുക, ഈർപ്പൊട്ടും നിൽക്കാത്ത രീതിയിലുള്ള ഒരു പ്രതലമാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കൊക്കോപീറ്റ് ഞാൻ റോസ് നടുന്നതിൽ വയ്ക്കുന്നില്ല. അത് മാത്രമല്ല, ചെറിയതായിട്ട് ചിതൽ പെട്ടെന്ന് റോസിൻ്റെ വേരുമയൊക്കെ വരുന്ന ഒരു ഇത് കാണുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് മരുന്ന് നമ്മൾ ചെയ്യാതെ ഈ ചിതലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കൊക്കോപീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് കൊക്കോപീറ്റ് ഞാൻ ചേർക്കുന്നില്ല. മണൽ, അതുപോലെ ഒരു ചട്ടിക്ക് ഇതുപോലെ 2 പിടി എല്ലുപൊടി, അതുപോലെ 2 പിടി വേപ്പിൻ പിണ്ണാക്ക്, 2 പിടി ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ വെർമി കമ്പോസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു അളവ് പറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു 2 ദിവസം മുമ്പേ തന്നെ ഈ റോസ് നടാനുള്ള മിശ്രിതം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. കാരണം എന്താ വെച്ചാലേ, ഞാൻ എപ്പോൾ ചെടി നട്ടാലും അപ്പോൾ തന്നെ ചേർക്കുന്ന മണ്ണല്ല കൂടുതൽ ഉപയോഗിക്കാം. കുറച്ച് ദിവസം ഇത് ചേർത്ത് വെച്ചിട്ടുള്ള മണ്ണിലെ പൊട്ടി മിശ്രിതമാണ് ഞാൻ ചെടി നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കൂടുതലും മണലാണ് നിങ്ങൾ കണ്ടാലറിയാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റോസിന് നല്ലത് ഈ ഒരു ടൈപ്പിലുള്ള മണ്ണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മണ്ണും മണലും പകുതി എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഏത് ചെടി നടാനായാലും നമ്മളൊരു 3 ദിവസം മുമ്പോ ഒരു 2 ദിവസം മുമ്പ് നമുക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ മണലും മണ്ണും ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയും എല്ലാം നമ്മൾ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ മിശ്രിതമാക്കി വെച്ച് കഴിഞ്ഞാലേ ചെടികൾക്ക് നല്ലതാണ്. പെട്ടെന്ന് എന്താ പറയുക, മണ്ണിലൊരു എല്ലാം കൂടിയിട്ടുള്ളൊരു പ്രവർത്തനം ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നടുമ്പോൾ ചെടികൾക്ക് നല്ല ഉഷാറായിട്ട് വളരാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ, എൻ്റെ ഒരു കണ്ടുപിടുത്തം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിനകത്ത് റോസിന് ചേർക്കേണ്ട മിശ്രിതം ഇതാണ്. നടാനുള്ള ചട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ തവണ ചെടി നടാനായിട്ട്, റോസ് നടാനായിട്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടിയിൽ ഇതുപോലെ നുറുക്കിട്ടിട്ടുണ്ട്. കാരണം വെള്ളം അധികം കെട്ടി നിൽക്കാതെ ശരിക്കും നല്ല നീർവാർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ചട്ടികളിലും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റോസ് നടാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ റോസ് മണ്ണ് കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തായാലും നോക്കാം. ഞാൻ 2-3 കവർ കളഞ്ഞിട്ട് മണ്ണ് അനക്കാതെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. നോക്കട്ടെ കേട്ടോ.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫോഴ്സ് കൊടുക്കാതെ തന്നെ വെള്ളത്തിൽ ആ കവർ ഇറക്കി വയ്ക്കുക. കണ്ടോ, ഇതേപോലെ വേര് മാത്രമായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഫോഴ്സും കൊണ്ട് മണ്ണ് പോവാത്ത രീതിയിൽ ഇതേപോലെ ബക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ ആ കവർ മാത്രം പൊളിച്ച് കളഞ്ഞിട്ട് ആ മണ്ണ് അങ്ങനെ തന്നെ ഇറക്കി വയ്ക്കുക. കണ്ടോ, അപ്പോൾ ഇതേപോലെ വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ഫോഴ്സ് അധികം കൊടുക്കരുത്. ഇതേപോലെ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സുഡോമോസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആ ലൈനിലും കൂടി ഒന്ന് മുക്കിയിട്ട് വെച്ചോളട്ടെ. അപ്പോൾ പെട്ടെന്ന് ചെതൽ വരികയോ അതിനെ കീടങ്ങൾ ബാധിക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ സുഡോമോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ ആ ലൈനിൽ മുക്കി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നിൻ്റെ നമ്മൾ നോക്കാം. ഇതിൻ്റെ മണ്ണ് തന്നെ പോയി കിട്ടണം. തന്നെ പോയി കിട്ടിയാൽ മാത്രമേ ഇതും തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇത് അധികം നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട. ഇതേപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സിലേക്ക് ചേർത്ത് നടുക. അപ്പോൾ ഞാൻ ചട്ടിയിൽ മണ്ണ് നിറച്ച് നട്ട് വെക്കാൻ പോവാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റോസ് നടാനായിട്ട് നോക്കിക്കോളൂ. ഞാനിത് നട്ടതിന് ശേഷം ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. ചട്ടിയിലേക്ക് മണ്ണിടുമ്പോഴേ പോട്ടിംഗ് മിശ്രിതം ഇടുമ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഒരു 1/4 ഭാഗം മണ്ണ് നിറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് പുറത്തേക്ക് ഫ്രീ ആയിട്ട് ഇട്ടിട്ട് വേണം റോസ് നടാനായിട്ട്, അല്ലെങ്കിൽ ഏത് ചെടികളായാലും നടാനായിട്ട്. നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് ഇനിയുണ്ട്. നമുക്കിത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഇട്ട് കൊടുക്കാനായിട്ട് സ്പേസ് ഇടണം. അതുമാത്രമല്ല, ചട്ടികളിൽ നിറച്ച് മണ്ണിടുന്നത് ചെടികൾക്ക് അത്ര നല്ലതല്ല. വായുസഞ്ചാരമൊക്കെ കിട്ടാനൊക്കെ കുറച്ച് ഇതുപോലെ കുറച്ച് സ്ഥലം സ്പേസ് പുറത്ത് ഇടണം കേട്ടോ. ഏത് ചട്ടിയിലായാലും ഏത് ചെടി നട്ടാലും. റോസ് നട്ട് ഇതുപോലെ തണലേരിയയിൽ വെക്കണം കേട്ടോ. തണലേരിയയിൽ വെച്ചില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് അവ വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വേര് പിടിച്ച് കിട്ടുന്ന പോലെ ഒരു 1.5 ആഴ്ച 2 ആഴ്ചയോളത്തോളം തണൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കാൻ നോക്കണേ. റോസ് നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഇതേ 2 ആഴ്ച കഴിഞ്ഞു. ഈ പുതിയ അതിൻ്റെ കൊമ്പുകളും നല്ല ശിഖരങ്ങളൊക്കെ നല്ല കൂമ്പുകളൊക്കെ വന്നു തുടങ്ങി. കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ നട്ടത്. ആ 2 ആഴ്ചയും ഇത് അനങ്ങാതെ, കൊമ്പ് അനങ്ങാതെ, നമ്മൾ നട്ട ചെടിയുടെ കട അനങ്ങാതെ നമ്മൾ ചിരട്ട വെച്ചിരുന്നതാണിത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ ഇതിൻ്റെ ഇതളുപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് വന്നിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ നാമ്പുകൾ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പം ഇതുപോലെ വന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കുറച്ചും കൂടി നമുക്ക് വളം ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നാലാണ് അതൊന്ന് ഉഷാറായിട്ട് വരുള്ളൂ. അപ്പോൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇതിൻ്റെ പ്രോഗ്രസ് നോക്കിയിട്ട് നമ്മൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും അതിനകത്തേക്ക് ചേർക്കാൻ പോണത് എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട് ഇളക്കി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ചട്ടിയിലും 2 പിടി വീതം നമ്മുടെ ഈ മിശ്രിതം, അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നമ്മൾ പതുക്കെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ചുവട് ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. ജസ്റ്റ് അതിൻ്റെ വേരിന് ഓട്ടം കിട്ടാനും നമ്മൾ നനയ്ക്കുമ്പോൾ ഈ വളത്തിൻ്റെ ഇത് വലിച്ചെടുക്കാൻ വേണ്ടി മാത്രം മണ്ണൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് 2 നേരം ഒന്ന് നനയ്ക്കുക. പിന്നെ വീണ്ടും ഈ ചുവട് അനങ്ങാതെ നമുക്ക് ചകിരിപ്പൊളിയോ അല്ലെങ്കിൽ ഇതുപോലെ ചിരട്ടയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് അനക്കാതെ വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ചുവട് ഇളകി കഴിഞ്ഞാൽ പിന്നെ ആ വേര് പിടിച്ചത് വീണ്ടും അത് പോകാൻ സാധ്യതയുണ്ട്. റോസിൽ പുതിയ മുകുളങ്ങൾ വന്നു. മുകുളങ്ങളിലൊക്കെ മുട്ടായി തുടങ്ങി. റോസ് ഹെൽത്തിയായി വരുന്നു. കുറച്ചും കൂടി ഹെൽത്തി ആവാനുണ്ട്. കുറച്ച് ഇലകളും തണ്ടുകളൊക്കെ ഒന്ന് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് 19 NPK വളം ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാം. അത് ചുവട്ടിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കൂടുതലാവരുത്, രാസവളമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിന് NPK വളങ്ങളുടെ ഒരു മൂലം കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോസിലും പറഞ്ഞ പോലെ സബോളത്തൊണ്ടിൻ്റെ വെള്ളം, ചീച്ച ലായനിയോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലുണ്ടാവുന്ന ചായച്ചണ്ടി, മുട്ടത്തോട്, ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് മതി. കാരണം ഇതിന് വേരുകളൊക്കെ ആവുന്നുള്ളൂ. വേരുകളൊക്കെ നല്ല ദൃഢമായിട്ട് മാത്രമേ ഇത്തരം വളങ്ങളൊക്കെ ചേർക്കേണ്ട കാര്യമുള്ളൂ. അതുപോലെ ഇല ചുരുട്ടി പോകുന്ന തരത്തിൽ ഇപ്പോൾ ഒരു ഇത് കണ്ടിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഫെർട്ടിലൈസറിൻ്റെ കടയിൽ നിന്ന് ഇല മുരടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ നമുക്ക് വാങ്ങാൻ കിട്ടും, അത് തെളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോമൂത്രമോ അല്ലെങ്കിൽ സബോളത്തൊണ്ടിൻ്റെ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം, തെളിക്കാം. നമ്മുടെ ഹൈബ്രിഡ് റോസ് പക്ഷേ അത്ര ഉഷാറായിട്ടില്ല, കണ്ടല്ലോ. എനിക്കത് ശരിക്കും കൊണ്ട് ഉഷാറായിട്ട് പിടിച്ച് കിട്ടിയിട്ടില്ല. അതേസമയം നാടൻ എല്ലാ തരത്തിലുള്ള ചെടികളും നമ്മൾ നട്ടതെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ശിഖരങ്ങളും ഇലകളും പൂക്കളൊക്കെ വരുന്ന ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഗ്രീൻ കെയർ ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്യാം. ഫ്ലവറിനുള്ള ഗ്രീൻ കെയർ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാം. അതുപോലെ ഗ്രീൻ കെയർ വളർച്ചയ്ക്കുള്ളതുകൊണ്ട് അത് ഇടയ്ക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും റോസ് നല്ല രീതിയിൽ വന്നോളും. അപ്പോൾ ഞാനിത് നല്ല ഹെൽത്തി ആവാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോസിൽ പറയുന്ന പോലെ റോസ് നട്ടാൽ കിട്ടുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറ്റേ റോസ് നടുന്നതിന് പിടിപ്പിച്ചെടുക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. ഓക്കെ.